ബാക്കി വന്ന ബ്രെഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പുഡിംഗ് ആണോ വെച്ചാൽ പുഡിംഗ് ആയിട്ടും നമുക്ക് കഴിക്കാം, എന്നുള്ളൊരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ്. ഇത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പഞ്ചസാര. അതായത് 1 കപ്പ് അളന്നെടുത്തിട്ട് അതിലൊരു 2-2.5 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പാകത്തിനുള്ള മധുരമായിരിക്കും. ഇനി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണം, അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്കാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1/4 കപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ ഒരു പാകത്തിനുള്ള ഒരു മധുരം കിട്ടും കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്ത് പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 കപ്പ് പാലും 1 കപ്പ് തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ്. അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ 1 കപ്പ് സാധാരണ പാലും പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് 1 കപ്പും കൂടി ചേർക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഇവിടെ ഞാൻ ഏകദേശം ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് കൈകൊണ്ടൊന്ന് നുള്ളിയെടുത്തതാണ് ഇട്ടത്, അല്ലാതെ നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. ഇനി ഈ ബ്രെഡ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബ്രെഡെല്ലാം ഒന്ന് ഇതിലേക്കൊന്ന് സ്പൂണ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. അതായത് ഇതിലൊന്ന് മുങ്ങിക്കെടുക്കണം നന്നായിട്ട്. വാനില എസൻസിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം. ബ്രെഡ് അതിൽ കിടന്നൊന്ന് സോക്കായി വരണം. ഇനി നിങ്ങൾ ഏത് ട്രേയിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ട്രേയിൽ ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൂട്ടില്ലേ അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കി കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കിസ്മിസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് തന്നെ ഇടണം എന്നൊന്നുമില്ല. ഇനി ഒന്നും ഇടാതെ നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാം ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇതൊന്നും ഇടാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അത് മനസ്സിലാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഏകദേശം ഒരു 40 to 45 മിനിറ്റ് ബേക്ക് ചെയ്യണം. അതല്ല അവനില്ലാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നില്ലേ, വലിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം. എന്നിട്ട് അതിലൊരു റിങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ ബേക്കിംഗ് ട്രേ അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ ടൈം തന്നെ വേണ്ടി വരും. ഒരു 40 to 45 മിനിറ്റ്സ് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അവനില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ പുഡിങ്ങും ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കൊക്കെ ഞാൻ ഒരുപാട് അവനില്ലാതെ ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒന്ന് കണ്ടാൽ മനസ്സിലാവുന്നതാണ് എങ്ങനെ നമുക്ക് പുഡിങ്ങൊക്കെ അവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കാം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാനൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് അവനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 45 മിനിറ്റ്സ് തന്നെ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ 170 ഡിഗ്രിയിൽ. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെയാണ് കേട്ടോ വരുന്നത്.
അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചൂടോട് കൂടിയും കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാവുന്നതാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിയ ചൂടോട് കൂടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഐസ്ക്രീം കൂടിയൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ. അപ്പോഴും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്, ഐസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ. ഈസിയാണ്, ഓവൻ ഇല്ലെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പാൻ വെച്ചിട്ട് അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ചൂടാക്കിയിട്ട് അതിന് ശേഷം നമ്മുടെ പുഡിംഗ് ട്രേ അതിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.